മറ്റു വാർത്തകളിലേക്കാണ്. ഇടുക്കി മയിലാടും പാറയ്ക്ക് സമീപം കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കടുവയ്ക്കൊപ്പം കുഴിയിൽ വീണ നായയ്ക്കും മയക്കുവെടി വെച്ചു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് നമുക്കൊപ്പം ഉള്ളത്. ആൽവിൻ, മയക്കുവെടി വെച്ചിരിക്കുന്നു. കടുവ മയങ്ങിയോ? കടുവയെ മുകളിലേക്ക് കയറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പിന്നില് അരമണിക്കൂർ മുമ്പാണ് ഈ കടുവയ്ക്ക് മയക്കോടി വച്ചിട്ടുള്ളത്. പക്ഷേ അത് മയങ്ങിയിട്ടില്ല ഇപ്പോഴും എന്നുള്ളതാണ് നമുക്ക് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് കൂടി മയക്കോടി വെക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കടുവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഈ കുഴിയിലുള്ള നായ്ക്കും മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വനംവകുപ്പ് നൽകിയ വിവരം. ഈ ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം സമയം കൊണ്ട് ഈ കടുവ മയങ്ങേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും അത് മയങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു റൗണ്ട് വെടിവെക്കാനുള്ള സാധ്യതയും മയക്കുവെടി വെക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്ന തരത്തിൽ വനംവകുപ്പ് നമുക്കിപ്പോൾ നൽകിയ വിവരം. അല്പം മുമ്പാണ് അതിനുവേണ്ട നടപടികളുമായി വനംവകുപ്പ് പോകുന്നുവെന്നും അല്ലെങ്കിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ വണ്ടൻമേട് കൊച്ചറ മയിലാടുംപാറയ്ക്ക് സമീപത്തുള്ള ഒരു ഏലത്തോട്ടത്തിലെ ഒരു വലിയ കുഴിയിൽ കടുവ വീണത്. കടുവ ഒരു നായയെ പിടികൂടാൻ ഓടുന്നതിനിടെ വീണു എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. നായയും ഈ കുഴിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ രാവിലെ ഈ തോട്ടം തൊഴിലാളിയിട്ടുള്ള ആളുകളാണ് ഈ ആദ്യമേ കടുവയുടെ ശബ്ദം കേട്ടുകൊണ്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കടുവ കുഴിയിൽ വീണതായി കണ്ടെത്തിയത്. പിന്നീട് അവര് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. കുമളി റേഞ്ചിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ സ്ഥലത്തെത്തുകയും അത് ഈ തമിഴ്നാട് മേഖലയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മേഖലയിൽ നിന്നുള്ള ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുമ്പ് മയക്കുവെടി വെച്ചത്. ഇപ്പോഴും കടുവ മയങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് കൂടി മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം കടുവയെ അവിടെ നിന്ന് ഉയർത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നുള്ള വനംവകുപ്പിന്റെ ഡോക്ടർ എത്തിയാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ടുള്ളത്. ഒരു റൗണ്ട് മയക്കുവെടി കൂടി വെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കടുവ മയങ്ങുന്നതനുസരിച്ച് മാത്രമേ ഈ കുഴിയിൽ നിന്ന് ഇതിനെ ഉയർത്തി അവിടെ പ്രത്യേക കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടിൽ അവിടെ നിന്ന് മാറ്റുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ കൂട്ടിൽ നിന്ന് മാറ്റി പെരിയാർ ടൈഗർ സങ്കേതത്തിലേക്ക് റിസർവിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കടുവ തമിഴ്നാടിന്റെ വന അതിർത്തിയിൽ നിന്നാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വനാതിർത്തിയിൽ പെടുന്ന അല്ലെങ്കിൽ ആ എണ്ണത്തിൽപ്പെടുന്ന കടുവയല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി വനംവകുപ്പ് നൽകുന്ന വിവരം. ഏതാണ്ട് 1.5 വയസ്സ് പ്രായം വരുന്ന ഒരു കടുവയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. പിന്നെ തമിഴ്നാടിന്റെ കണക്കിൽ ഡാറ്റയിലുള്ള കടുവയാണെന്നാണല്ലോ വനംവകുപ്പ് പറയുന്നത്. ഇതൊരു ബോർഡർ സ്ഥലം കൂടിയാണല്ലോ മയിലാടും പാറ എന്ന് പറയുന്നത് തന്നെ. ആൽവിൻ, ഇപ്പോൾ ഈ കടുവ ഈ ഒരു ഡോസിൽ മയങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ പറയുന്നത്? ആരോഗ്യവാനായിട്ടുള്ള കടുവയാണോ ഇത്? വയസ്സ് മാത്രം പ്രായമുള്ള കടുവയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമായി മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ആദ്യം പ്രധാനമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയത്. ഈ കുഴിക്ക് മുകളിൽ ഒരു ഇരുമ്പ് ഗേറ്റ് പോലൊരു കേജിന്റെ ഗേറ്റ് സ്ഥാപിച്ച ശേഷമാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ടുള്ളത്. അതിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ആരോഗ്യവാനായ കടുവ ആയതുകൊണ്ട് തന്നെ ആകാം ഒരു പക്ഷേ ഈ മയങ്ങുന്നതിന് സമയം എടുക്കുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഡോസ് മയക്കുവെടി കൂടി വെക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കടുവ മയങ്ങിയ ഉടൻ തന്നെ ഇതിനെ ഈ കുഴിയിൽ നിന്ന് പുറത്തെത്തിച്ച് ഇത് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇതിനെ കുഴിയിൽ നിന്ന് എടുത്താൽ മാത്രമേ ഇത് ഏത് ഡാറ്റയിൽ പെടുന്ന കടുവയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിവരം വ്യക്തമാകൂ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. കാര്യം ഈ പ്രദേശങ്ങളിൽ, ഈ മയിലാടുംപാറ പ്രദേശങ്ങളിലൊന്നും നേരത്തെ ഒരു കടുവയുടെ സാന്നിധ്യം നേരത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സാന്നിധ്യമൊന്നും ഇതുവരെ ദർശിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ചില വന്യജീവികൾ, കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയൊക്കെ മിക്കവാറും ഈ തോട്ട മേഖലയിലൊക്കെ ഉള്ളതാണ്. പക്ഷേ കടുവയുടെ സാന്നിധ്യം അതൊരു ഭീതിജനകമാണ് എന്ന തരത്തിൽ നാട്ടുകാർ പറയുന്നു. ഏതായാലും ഈ കടുവ ഈ കുഴിക്കുള്ളിലാണ് വീണത്. ഇതിനെ ഇവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ഉടൻ തന്നെ വനംവകുപ്പ് നീക്കുമെന്നതാണ് അറിയുന്നത്. ഓക്കെ, വ്യക്തമാണ്. ആൽവിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്. ആള് വേണോ? ചവിട്ടിപ്പിടിക്കാൻ ആള് വേണ്ടേ? വേറെ ആരും എടുക്കണ്ടെന്ന്